الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തു തവാബ് 64-ാമത്തെ അധ്യായം, അതിലെ 2 വചനങ്ങൾ, 14-ാമത്തെയും 15-ാമത്തെയും വചനങ്ങൾ. നാം കഴിഞ്ഞ ആഴ്ചയിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് തർബിയത്തുൽ ഔലാദ്, സന്താന പരിപാലനം, സന്താനങ്ങളോടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കടപ്പാടും നിറവേറ്റുക എന്നുള്ളത്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന, നാമെല്ലാം ജാഗ്രത പുലർത്തേണ്ട, സൂക്ഷ്മത കൈക്കൊള്ളേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, പ്രാധാന്യമർഹിക്കുന്ന ചില തത്വങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന 2 വചനങ്ങളാണിത്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുക. വഇൻ തഅഫു, നിങ്ങൾ മാപ്പ് നൽകുകയും, വതസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും,
വതഗ്ഫിറൂ നിങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിമഹത്തായ പ്രതിഫലം. ഇതാണ് ഈ രണ്ട് വചനങ്ങളുടെ സാരം. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇണകളും സന്താനങ്ങളും നിമിത്തം നേരിട്ടേക്കാവുന്ന ദോഷങ്ങൾ നിരവധിയാണ്. ആ ദുരവസ്ഥയിൽ ചെന്നു പതിക്കാതെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ജാഗ്രത പാലിക്കുവാനുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വചനങ്ങൾ. മനുഷ്യൻ ഐഹിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടനഷ്ടങ്ങളുടെ സിംഹഭാഗവും തൻ്റെ മക്കളുടെയും ഇണകളുടെയും നിർബന്ധത്തിനും ശാഠ്യത്തിനും വഴങ്ങുകയും അവരോടുള്ള ഇഷ്ടവും വാത്സല്യവും സ്നേഹവും നിമിത്തം പല അപകടങ്ങളിലും വേണ്ടാത്ത പല കാര്യങ്ങളിലും ചെന്ന് ചാടുന്ന അവസ്ഥാവിശേഷം, അപമാനം സഹിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം, വഞ്ചനയും ചതിയും ഒപ്പം കൊണ്ടു നടക്കേണ്ട ദുരവസ്ഥ, ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും പിണക്കേണ്ട സ്ഥിതി, ദുർവ്യയം ചെയ്യേണ്ടി വരിക, കടം പേറേണ്ടി വരിക, വാഗ്ദത്ത ലംഘനം നടത്തേണ്ടി വരിക, ചിലപ്പോൾ മതപരവും സദാചാരപരവുമായ നിർബന്ധ കടമകൾ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതുണ്ടാകരുത് എന്ന താക്കീതാണ് ഈ വചനങ്ങൾ നൽകുന്നത്. ഇതിന്റെ മറ്റൊരു വശമുണ്ട്. ഈ രണ്ട് വശവും ഖുർആനിലെ ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരു വശം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു കുടുംബനാഥൻ ഉണ്ടാകുന്ന പക്വതയും പാകതയും മക്കൾക്കോ കുടുംബത്തിനോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരെ നന്നാക്കേണ്ടതും നേരെ ചൊവ്വയെ നടത്തേണ്ടതുമായ ബാധ്യത കുടുംബനാഥനുണ്ട്. ആ ചുമതല അവൻ നിർവഹിക്കണം. എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശിക്ഷിക്കുകയും നടപടിയെടുക്കുകയും മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം, പൊറുക്കേണ്ടത് പൊറുക്കണം, വിട്ടുവീഴ്ച ചെയ്യേണ്ടത് വിട്ടുവീഴ്ച ചെയ്യണം. ചുരുക്കത്തിൽ ഹലാലും ഹറാമും നോക്കാതെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഇഷ്ടത്തിന് തുള്ളുന്നതും വേണ്ടതിനും വേണ്ടാത്തതിനും അവരെ ശാസിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഉപദ്രവിക്കുന്നതും രണ്ടും ശരിയല്ല. ഇതാണ് ഈ വചനങ്ങളുടെ വളരെ ചുരുങ്ങിയ സാരം. ഇത് രണ്ടു വശവും ഈ വചനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സമ്പത്തും മക്കളും കുടുംബവും ഒക്കെ ഇഹപര നന്മകൾക്ക് എത്രമാത്രം കാരണമായി തീരുന്നുവോ അതുപോലെ ദൂഷ്യങ്ങൾക്കും കോട്ടങ്ങൾക്കും തിന്മകൾക്കും കാരണമായി തീരും. അതാണ് പല വചനങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. ഈ സൂറത്തു തഹാബുനിലെ ഇപ്പൊ ഞാൻ ഓതി വെച്ച 15-ാമത്തെ വചനമില്ലേ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. ഇതേ ആശയം സൂറത്തു അൻഫാലിലെ 28-ാമത്തെ വചനത്തിൽ കാണാം. അവിടെ പറയുന്നത് വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിയണം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. നമുക്കൊക്കെ ഏറെ പരിചിതമായ സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ വചനം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന അവസ്ഥ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നതിന്റെ അർത്ഥം.
ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്കും അവന്റെ കൽപ്പനകൾക്കും വിധേയമായി ഉപയോഗപ്പെടുത്തി ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ശ്രമിക്കുക എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ ഒക്കെ നൽകുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ ചില കാര്യങ്ങളോട് പ്രത്യേക ഇഷ്ടവും താല്പര്യവും പ്രേമവും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അതിനെ ഒന്നും നിരാകരിക്കുന്നില്ല, മറിച്ച് അതിന്മേലായി പോകരുത് എന്നുണർത്തുകയാണ് ചെയ്യുന്നത്. സൂറത്തു ആല ഇമ്രാനിലെ 14-ാമത്തെ വചനം, زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ഇത് നിരാകരിക്കുകയല്ല, മറിച്ച് ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. എന്താണ് ആ പറഞ്ഞത്? മനുഷ്യർക്ക് അള്ളാഹു അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള പ്രേമം ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തൊക്കെയാണ്? മിനൻ നിസാ, സ്ത്രീകൾ എന്ന് പൊതുവേയും ഭാര്യമാർ എന്ന് പ്രത്യേകിച്ചും അതിനർത്ഥം പറയാറുണ്ട്. പിന്നെ മക്കള്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങള്, അതുപോലെ തന്നെ മുന്തിയതരം കുതിരകള്, നാൽക്കാലികള്, കൃഷിയിടങ്ങള്, ഇതൊക്കെ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിനോടൊക്കെ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. ആ ഇഷ്ടത്തെയും താല്പര്യത്തെയും നിരാകരിക്കാതെ അല്ലാഹു പറഞ്ഞത് നോക്ക്, ദാലിക മത്താഉൽ ഹയാത്തി ദുനിയ. അതൊക്കെ ഐഹിക ജീവിതത്തിലെ അനുഭവങ്ങളാണ്, വിഭവങ്ങളാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് ഏറ്റവും നല്ല മടക്കം ഉണ്ടാവുക. അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് സൂറത്തു സബയിലെ 37-ാമത്തെ വചനമാണ്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ ഫഉലൈക ലഹും ജസാഉൽ ളഇഫി ബിമാ അമിലു വഹും ഫിൽ ഖുർഫാതി ആമിനൂൻ. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാല് വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നമ്മളിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ളതല്ല, അടുപ്പിക്കുന്നതല്ല. ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്നവരും ഒഴികെ. ഫഉലൈക ലഹും ജസാഉൽ ളഇഫി ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിന്റെ ഇരട്ടി പ്രതിഫലം അവർക്ക് കിട്ടുന്ന. ആ ഇരട്ടി വരുന്നത് എങ്ങനെയാ? ഒന്ന്, ഞാൻ പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് എന്റെ സമ്പത്തും എന്റെ സന്താനങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചായി മാറുന്നു. അപ്പൊ ഇരട്ടി പ്രതിഫലം. അവിടെയും അള്ളാഹു ഇതിനെ ഒന്നും വേണ്ടെന്ന് വെക്കാനല്ല പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവൃത്തി ചെയ്തവർ സ്വർഗത്തിലെ ഉന്നതമായ പദവികളിൽ നിർഭയരായി കഴിച്ചു കൂട്ടുന്നവരാണ് എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. അതുപോലെ മക്കളും സമ്പത്തും കുറെ ഉണ്ടായി എന്നുള്ളതല്ല സൗഭാഗ്യത്തിന്റെ മാനദണ്ഡം, മറിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നതിലാണ് അതിന്റെ ജയപരാജയങ്ങൾ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. സന്താനങ്ങൾ എന്നല്ല, എന്തും അള്ളാഹു ആണ് നൽകുന്നത്. മനുഷ്യൻ വേണ്ടെന്ന് വെക്കുന്നതും അവൻ തന്നെയാണ്. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനോടുള്ള ബാധ്യത വർദ്ധിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സൂറത്ത് ഷൂറയിലെ 49-50 വചനങ്ങൾ. സൂറത്ത് ഷൂറയിൽ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ട് പറയുന്നു യഖ്ലുഖു മാ യശാ, എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അതവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ, പെൺമക്കളെ ദാനമായി നൽകുന്നു. വഹബ യഹബു എന്ന പ്രയോഗം മക്കളുമായി ബന്ധപ്പെടുത്തി എന്നല്ല, ഏതുമായി ബന്ധപ്പെടുത്തി എവിടെ പറഞ്ഞാലും അതിന്റെ അർത്ഥം ദാനം നൽകുക എന്നാണ്. അല്ലാതെ നൽകുക എന്നുള്ള അർത്ഥം അല്ല അതിന് വരുന്നത്. ഓശാരമായി നൽകുക എന്നാണ് പഴയ വാക്ക് അതിന് പറയുക. ആ നിലയിലാണ്, അങ്ങനെ എന്തും നൽകുന്നവൻ എന്നുള്ള നിലയിലാണ് അള്ളാഹു വഹാബാണ് എന്ന് പറയുന്നത്.
യഹബു ലിമൻ യശാഉ ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകും. ഔ യുസബ്ബിജുഹും ദുക്റാനൻ വ ഇനാസൻ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവർക്ക് അവൻ ഇടകലർത്തി നൽകും. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നവരാണ്. എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, വയജഅലു മൻ യശാഉ അഖീമ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാണ്, എന്നുവെച്ചാൽ മക്കളെ നൽകൂല. പിന്നെ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും അത് കിട്ടാൻ പോണില്ല. അങ്ങനെ അള്ളാഹു നൽകാത്തവർക്ക് നൽകാൻ ഔലിയാക്കന്മാരുണ്ടെന്ന് വിശ്വസിക്കുകയും വേണ്ട. കറാമത്തിന്റെ വലിയ കഥകളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. അവിടെ ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, അങ്ങനൊന്നും ഇല്ല. അള്ളാഹു വേണ്ടെന്ന് വെച്ചാൽ ഇല്ല, അതിന് കാരണമുണ്ടാകും. എന്നിട്ട് ഇതിന് അവസാനം പറയുന്ന ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്. ആ അള്ളാഹുവാണ് ഇതൊക്കെ കനിഞ്ഞ് നൽകുന്നത് എന്നുള്ള ഒരു ബോധം സന്താനങ്ങളായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി. അപ്പൊ ആ കനിഞ്ഞ് നൽകിയവൻ ആരോ അവൻ പറയുന്നത് പോലെ അത് കൈകാര്യം ചെയ്യുക. സന്താനങ്ങൾ ഇല്ലാതാവുക എന്നുള്ളത് വലിയ അസഹനീയമായ കാര്യമാണ്. പ്രവാചകന്മാർ പോലും ഒരുപാട് അള്ളാഹുവിനോട് കേണ അപേക്ഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. സന്താനങ്ങൾ ഇല്ലാതിരുന്ന പ്രവാചകന്മാർ, അതിൽ ഏറ്റവും ഹൃദയസ്പൃക്കായ പ്രാർത്ഥന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടേതാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും സൂറത്തു അംബിയായില്, സൂറത്ത് ആലെ ഇമ്രാനില്, സൂറത്തു മറിയമില് കുറെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട് ഈ സംഭവം. ഒരു വാചകം മാത്രം അതുമായി ബന്ധപ്പെട്ട്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കണം. ആരാണ് അദ്ദേഹം? ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. എന്തേ പ്രാർത്ഥിച്ചത്? റബ്ബി, എന്റെ രക്ഷിതാവേ, ലാ തദർനി ഫർദാ, അനന്തരാവകാശികളില്ലാത്ത ഒരൊറ്റയാനാക്കി എന്നെ നീ മാറ്റല്ല നാഥ. വഅന്ത ഖൈറുൽ വാരിസീൻ, നീ അനന്തരാവകാശം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ, എന്നെ അങ്ങനെ ഒറ്റയാനാക്കിയിടല്ലേ, എനിക്കൊരു സന്താനത്തെ നൽകണേ. വാർദ്ധക്യമെത്തി, ഒരു സന്താനം ഉണ്ടാകാവുന്ന ആ സാഹചര്യമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഈ പ്രാർത്ഥന. അതിന് മറുപടി അള്ളാഹു കൊടുത്തു നോക്കുക. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് നാം യഹ്യയെ ദാനം നൽകി. വഹബ, നേരത്തെ സന്താനങ്ങളെ നൽകുന്നിടത്തൊക്കെ പറഞ്ഞ വാക്ക് യഹബു. അല്ലാഹു വഹാബ്. വലിയ ബന്ധങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഇത് തമ്മിൽ. ഇവിടെ പറഞ്ഞ അതാണ്, വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗർഭധാരണത്തിനുള്ള പ്രാപ്തി നാം നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ ധൃതി കൂട്ടുന്നവരായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബ, പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും നമ്മളോട് മാത്രം പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു അവർ. വകാനൂ ലനാ ഖാശിഈൻ, നമ്മളോട് അങ്ങേയറ്റം വിനയവും താഴ്മയുമുള്ളവരായിരുന്നു. അതിന്റെ ഫലമായി നമ്മൾ നൽകിയതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് കൈയ്യട്ടി യോജിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അപ്പൊ ഇതാണ് ഒരു സന്താനം ഇല്ലാതായാലുള്ള പ്രവാചകന്മാരുടെ മാനസികാവസ്ഥയും അവർ പ്രാർത്ഥിച്ചതും അതിന് അല്ലാഹു ഉത്തരം നൽകിയതും അത്ര മനുഷ്യനോട് ഒട്ടി നിൽക്കുന്ന ഒന്നാണ്. ഇന്നത്തെ തലമുറ പറയുന്നത് പോലെ എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് കുടുംബം വേണ്ട, എനിക്ക് മക്കള് വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. മുമ്പ് ഒരിക്കലും ചർച്ച ചെയ്ത് അതിലേക്ക് പോവുകയല്ല. പക്ഷെ വിവാഹവും കുടുംബവും മക്കളും ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് പറയുന്നില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെയും അതുപോലെ തന്നെ മക്കളെയും നൽകിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിരലെണ്ണാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം ഇല്ലാതിരുന്നത്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, ഖുർആൻ വ്യക്തമാക്കി പറയുകയാണ് പ്രവാചകനോട്, താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്.
വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്ക് നാം ഇണകളെയും സന്താനങ്ങളെയും നാം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതില്ലാതായ പ്രവാചകന്മാരാണ് ഈ താണ് കേട് അള്ളാഹുവിനോട് ചോദിച്ചത്, അവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വരദാനമാണ്, അള്ളാഹുവിന്റെ സമ്മാനമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മക്കൾ. ആ മക്കൾ മൊത്തത്തിൽ മനുഷ്യന് നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു സൂറത്തുൻ നഹ്ലിലെ 72-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ആ ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കിടാങ്ങളെയും നൽകി. അതങ്ങനെ തലമുറയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചംക്രമണം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട എന്ന് പറയുന്ന ചിന്തിക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന അള്ളാഹുവിന്റെ സമ്മാനങ്ങളായി ലഭിക്കുന്ന ഈ സന്താനങ്ങളെ നല്ല നിലയിൽ വളർത്തുക. നല്ല നിലയിൽ എന്ന് വെച്ചാൽ ഭൗതികമായ ജീവിതത്തിൽ അല്ലലില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള വഴി കൊടുക്കുക എന്നുള്ളത് ഒപ്പം. അത് മാത്രമല്ല നല്ല നിലയിൽ എന്ന് പറഞ്ഞത് അവനെ ആദർശബോധമുള്ളവനാക്കി വളർത്തണം, അവനെ ദീനീ നിഷ്ഠയുള്ളവനാക്കി വളർത്തണം, മറ്റുള്ളവരോടുള്ള ബാധ്യതകളെ കുറിച്ച് അറിയുന്നവനാക്കി വളർത്തണം. അങ്ങനെ ഏറ്റവും നന്മയുടെ മാർഗത്തിലൂടെ അവനെ വളർത്തണം. അതാണ് ഒന്ന് ചെയ്യാനുള്ളത്. ആ ചെയ്യുമ്പോൾ, അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു കാരണവശാലും മക്കൾക്കിടയിൽ ഒരു വിവേചനവും ഉണ്ടായിക്കൂടാ. ആണ് പെണ്ണിന്റെ ഇടയിൽ എന്ന് മാത്രമല്ല, ആണ് ആണിന്റെ ഇടയിലെ ആയിരുന്നാലും പെണ്ണ് പെണ്ണിന്റെ ഇടയിലെ ആയിരുന്നാലും ശരി, ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കുന്നില്ല ഇസ്ലാം. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ എന്ന് പറയുന്ന സഹാബി പറയുകയാണ്, ഒരിക്കൽ എന്റെ പിതാവ് എന്നെയും ചുമന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്തിന്? അന്നീ ഖദ് നഹൽതു നുഅ്മാന മിൻ മാലി കദാ വ കദാ, എന്റെ ഈ നുഅ്മാൻ എന്ന് പറയുന്ന മകന് എന്റെ സമ്പത്തിൽ നിന്ന് ഇന്നതൊക്കെ ഞാൻ സമ്മാനമായി നൽകിയിരിക്കുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പറയുന്നത്. ഇത് കേട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അകുല്ല വലദിൻ നഹൽത, നിന്റെ മറ്റു മക്കൾക്ക് ഇത് കൊടുത്തോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പൊ പ്രവാചകന്റെ മറു ചോദ്യം, അമാ യസുറുക അൻ യകൂനു ലക ഫിൽ ബിർരി സവാ, ഇവരെല്ലാരും നിന്നോട് കാണിക്കേണ്ട നന്മയുടെ കാര്യത്തിൽ തുല്യരായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബല, പിന്നെ ആഗ്രഹിക്കാൻ, എല്ലാരും ഒരേപോലെയല്ലേ എന്നോട് നന്മ ചെയ്യേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ ഇവൻ, അപ്പൊ പിന്നെ ഇവന് മാത്രം കൊടുത്തത് ശരിയാണോ എന്ന് പറയുക മാത്രമല്ല, വേറെ ഹദീസുകൾ കാണാം, മടക്കി വാങ്ങി നീ അത് എല്ലാവർക്കും കൊടുത്തിട്ട് ഇതുപോലെ അവനും കൊടുക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിവേചനം മാതാപിതാക്കൾ കാണിക്കുന്നു എന്ന് മനസ്സിലാകല് മാത്രമല്ല, ആ തോന്നല് പോലും അപകടകരമാണ്, പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് മറ്റ് സഹോദരന്മാർക്ക് തോന്നിയ അസൂയ. ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ വിവേചനമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, നല്ല ഒരു ആൺകുട്ടിയെന്നോ മറ്റേത് മോശമെന്നോ ഒരു പരിഗണനയില്ലാതെ, വിവേചനമില്ലാതെ വളർത്തുക, ഈ മതബോധം നൽകുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ മിൻ അദബിൻ ഹസനിൻ, ഒരു പിതാവും ഒരു മക്കൾക്കും അമൂല്യമായ ഒരു സമ്മാനവും നൽകുന്നില്ല, നല്ല മര്യാദ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ സമ്മാനം ഒന്നും കൊടുക്കാനില്ല. ഏറ്റവും വലിയ സമ്മാനം മക്കൾക്ക് നൽകാനുള്ളത് അവരെ നല്ല മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു വചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, അക്രിമൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആദരവും പരിഗണനയും നൽകണം. വാഹിസിനു അദബഹും, അവരുടെ മര്യാദ നിങ്ങൾ നന്നാക്കുകയും വേണം, നല്ല മര്യാദയുള്ളവരായി വളർത്തുകയും വേണം. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. മക്കളോടുള്ള ചുമതലയിൽ വീഴ്ച വരുത്തുന്നവർ
ശരിക്ക് ചെയ്യുന്നത് സ്വന്തത്തോട് മാത്രമല്ല, ആ വീഴ്ച വരുത്തുന്നത് സമൂഹത്തോട് ഒന്നടങ്കാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം സമൂഹത്തിൽ ദുർനടപ്പ് ശീലമാക്കിയ തലമുറ വർദ്ധിച്ചു വന്നാൽ ദുർവൃത്തരുടെ ആധിക്യം വർദ്ധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിന്റെ ധാർമ്മികതയുടെ ഘടന തകർന്ന് തരിപ്പണമായി പോകും. ഒന്നോ രണ്ടോ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങോട്ട് വന്നാൽ മതി, സമൂഹമാകെ പോകും. അപ്പം അവരെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ചുമതലയിൽ മാതാപിതാക്കൾ വരുത്തുന്ന വീഴ്ച സമൂഹത്തോടും രാജ്യത്തോടും ചെയ്യുന്ന അതിക്രമമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. കുത്തും കൊലയും കൊലപാതകങ്ങളും, കയ്യിൽ പേനയേന്തിക്കൊണ്ട് പോകേണ്ടവർ കയ്യിൽ കത്തിയുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. സ്വന്തം ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ എല്ലാവരും കൂടി ഒരുമിച്ച് സഞ്ചരിക്കുന്ന വാഹനത്തിൽ മുന്നിലിരിക്കുന്നവനെ പിന്നിലിരിക്കുന്നവൻ, അതും വലിയ ഗ്ലാസ് ഒന്നുമല്ല, അത്ര വലിയ മുതിർന്ന ഗ്ലാസ് ഒന്നുമല്ല, കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരുന്ന തലമുറയുടെ ഇന്നത്തെ അവസ്ഥ? അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പിന്നിട്ടു. 14 വയസ്സുള്ള പെൺകുട്ടി ഗർഭം ധരിക്കുന്നു 14 വയസ്സുകാരനിൽ നിന്ന്. കാലം എങ്ങോട്ടാ പോണേ? ഇതൊക്കെ എന്തുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമാണ്. കുടുംബങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, രക്ഷകർത്താക്കൾ ആലോചിക്കേണ്ടതുണ്ട്, സമൂഹം ആലോചിക്കേണ്ടതുണ്ട്, ഭരണാധികാരികൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ പരിഹാരം കാണേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് മൊത്തത്തിൽ വലിയ ഗുരുതരമായ ഭവിഷ്യത്താണെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് പരാതിയുമായി വന്നു. എന്താ പരാതി? അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. ഇതാണ് പരാതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകനെ വിളിപ്പിച്ചിട്ട് ആ മകനോട് മാതാപിതാക്കളോടുള്ള കടമകൾ, അവരെ ഉപദ്രവിച്ചാലുള്ള ഭവിഷ്യത്തുകൾ, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇത് ഓരോന്നും അവൻ കേട്ടു കഴിഞ്ഞതിന് ശേഷം അവൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിന് ആ മക്കളോട് എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ടല്ലോ, ബാധ്യതകൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, എന്തൊക്കെയ ഉമ്മഹു, അവന്റെ മാതാവിനെ സംസ്കാര സമ്പന്നനാക്കണം, വയുഹ്സിനു ഇസ്മഹു, നല്ല പേര് ഇടണം, വയുഅല്ലിമുഹുൽ കിതാബ്, വേദഗ്രന്ഥം, ദൈവിക ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഗ്രന്ഥം അവനെ പഠിപ്പിക്കണം. 3 കാര്യങ്ങളാ പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഈ മകൻ പറഞ്ഞെന്താന്നറിയോ? എന്നാ കേട്ടോ, എന്റെ മാതാവ് അഗ്നി ആരാധകരുടെ കൂട്ടത്തിൽപ്പെട്ട, അവരുടെ അടിമകളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എൻ്റെ മാതാവ്. അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ? ജുഅല് എന്ന പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. ജുഅല് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ കരിവണ്ട് എന്നാണ് അർത്ഥം. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദൻ, ഒരക്ഷരം പോലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ വാദി പ്രതിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാപ്പാനോട് ചോദിച്ചു, നിന്റെ മകൻ നിന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അടുക്കൽ വന്നു, ഇപ്പോൾ നീയാണ് അവൻ ഉപദ്രവിക്കുന്നതിന് മുമ്പ് അവനെ ഉപദ്രവിച്ചത്. അവൻ നിന്നോട് മോശമായി പെരുമാറുന്നു എന്ന പരാതി നീ പറയുന്നു, പക്ഷെ നീയാണ് അവൻ മോശമായി പെരുമാറുന്നതിന് മുമ്പ് അവനോട് മോശമായി പെരുമാറിയത് എന്ന് കോപാകുലനായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം നമുക്ക് വായിക്കാം. ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച്, നമ്മുടെ ബാധ്യതയെ കുറിച്ച്. മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബാധ്യത, അത് കുറ്റമറ്റ നിലയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി. അതേപോലെ തന്നെ തിരിച്ചുമുണ്ട്. അതിൽ വരുന്ന വീഴ്ചകൾ
ഇവിടെ മാത്രമല്ല പരലോകത്തും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും ചരിത്ര സംഭവങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത് എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ കഠിന പ്രയത്നം നടത്തുകയും ജാഗ്രത പുലർത്തുകയും ഒപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം. ഈ ഒരു സന്ദേശമാണ് ഈ വചനങ്ങൾ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പരലോകത്തെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ പറയുന്നു, തീർച്ചയായും അല്ലാഹു ലയർഫഉ ദറജത ലിൽ അബ്ദി സ്സാലിഹി ഫിൽ ജന്ന, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സൽവൃദ്ധനായ മനുഷ്യന്റെ പദവികൾ അല്ലാഹു ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കണം, ഓരോ സന്ദർഭത്തിലും. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കും അത്രേ, യാ റബ്ബി അന്നാലി ഹാദി, പടച്ചവനെ എനിക്ക് എവിടുന്ന ഈ പദവികളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മക്കള് നടത്തുന്ന പാപമോചനം കൊണ്ട് കിട്ടുന്നതാണിത് നിനക്ക്. പ്രിയമുള്ളവരെ, ഒരല്പം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളങ്ങോട്ട് മരിച്ചുപോയി, നമ്മളുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ തയ്യാറല്ലെങ്കിൽ, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നു, നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നിസ്സാരമല്ല നമ്മളുടെ മരണശേഷം, പടച്ചവനെ എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ വില വളരെ വലുതാണ്. അത് കിട്ടണമെങ്കിൽ ആ രൂപത്തിൽ അവരെ കൊണ്ടുപോയേ തീരൂ, എങ്കിലേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അതിന്റെ ഗുണം ആദ്യമായി കിട്ടുന്നത് മാതാപിതാക്കൾക്കാണ്. മോശമായ നിലയിലാണ് വളർന്നു വരുന്നതെങ്കിൽ അതിന്റെ പാപഭാരവും ആദ്യം ലഭിക്കുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുക. മക്കളെ നല്ലവരാക്കി വളർത്തിയാൽ അതിന്റെ ഗുണം മാതാപിതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രാർത്ഥന. നമ്മളുടെയൊക്കെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചു പോയിട്ട് കാലം എത്രയായിട്ടുണ്ടാവും? ഇപ്പോഴും ഒന്ന് മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണ്ടേ അവർക്ക് വേണ്ടി എപ്പോഴും? എന്നാലല്ലേ ഈ ഒരു പദവിയിലേക്ക് അവർക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിന് ഗൗരവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇത് ഉൾക്കൊള്ളാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏത് മരണവും, ആരുടെ മരണവും നമുക്ക് വേദനയും ദുഃഖവും പ്രദാനം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കും ഈ വെള്ളിയാഴ്ചക്കും ഇടയിൽ നമ്മളെ അറിയുന്ന നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതിൽ പ്രധാനമായ ഒരു വ്യക്തിയെ ഞാൻ അനുസ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അത് ഇന്നലെ മരണപ്പെട്ടു പോയ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി
അതുപോലെ തന്നെ ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനും ഒരുപാട് മനുഷ്യരെ ഷിർക്കിൽ നിന്നും വിദേഹത്തിൽ നിന്നും തോന്നിയാസ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നതിന് നാക്കു ഉപയോഗപ്പെടുത്തിയ പണ്ഡിതനായിരുന്ന എം മുഹമ്മദ് മദനി. ഇന്ന് വൈകുന്നേരം 4:30 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം. ഇന്നലെ രാത്രി വിവരമറിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് പോയി ജനാസ കണ്ടു. നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, നമസ്കരിച്ചു. കുറച്ചു നേരം ആ വീട്ടിൽ കഴിച്ചുകൂട്ടി തിരിച്ചു വന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്. പോകാതിരിക്കാൻ കഴിയില്ല. അത്ര ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ളത്, അത്ര സ്നേഹമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും അപാകതകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ക്യാൻസർ, കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഒരുപാട് പേര്, നമ്മളറിയുന്ന പലരും ആ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. വലിയൊരു ഓപ്പറേഷന് വിധേയനാകുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള തീവ്രമായ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരൻ അല്പം പ്രയാസം അനുഭവിച്ച് ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.